പാലകരും കന്യാവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച് മുഹൂർത്തവും കുറിച്ചു. ഇനി അധിക ദിവസമില്ല. ഒരുക്കങ്ങളൊക്കെ ഉടനെ തുടങ്ങണം. നാരായണർ വൈരവൻ എന്ന തച്ചനെ വിളിപ്പിച്ച് വിവാഹപ്പന്തൽ ഒരുക്കാൻ ആവശ്യപ്പെട്ടു. ആ തൊടിയിലെ തന്നെ പച്ചപ്ലാവ് മുറിച്ച് തടിയെടുത്ത് മാവിലെയും പ്ലാവിലെയും തോരണങ്ങളാക്കി ചാർത്തി മഞ്ഞൾ പുരട്ടി പന്തൽക്കാൽ നാട്ടി. തൂണുകൾ ഒരുക്കി പുരയും മേഞ്ഞ് വീരാർമണി തൂക്കി അലങ്കരിച്ചു. കൊത്തുപണികളും പട്ടുവിധാനങ്ങളും വിരിച്ച് കതിർമണ്ഡപവും ഒരുക്കി. അങ്ങനെ കല്യാണത്തിനായി വീരാർമണിപ്പന്തൽ ഒരുങ്ങി. തച്ചന് പ്രതിഫലവും കൊടുത്ത് വിവാഹത്തിന് ക്ഷണവും മേടിച്ച് തച്ചനും യാത്രയായി. അരിയും നെല്ലുമൊക്കെ സംഭരിച്ചു തുടങ്ങി. ഈ സമയം മാരായർ പറഞ്ഞു, നാരായണരെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വടക്കും കൊല്ലത്തും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. വിവാഹ ദിവസം പുലർച്ചെ തന്നെ എത്തുകയും ചെയ്യാം. നാരായണർ മറുപടി പറഞ്ഞു, 12,000 മഹജനങ്ങളെയും കൂട്ടി നേരത്തെ ഇങ്ങി വന്നോളൂ. അങ്ങനെ മാരായരും ദൂതനും വടക്കും കൊല്ലത്തേക്ക് കപ്പലിൽ കയറി യാത്രയായി. അങ്ങനെ ഇരുവരും വടക്കും കൊല്ലത്തെത്തി. ആകാംക്ഷ കൊണ്ട് മാരുതി ഓടി വന്ന് കാര്യങ്ങൾ തിരക്കി. എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് മുഹൂർത്ത ചാർത്ത് മാരുതിയെ ഏൽപ്പിച്ചു. മാരുതിക്ക് പൂർണ്ണ സന്തോഷമായി. ഇരുവരും കുറച്ചുനേരം വിശ്രമിച്ചതിനു ശേഷം അവിടെയും കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങി. ദൂതനെ വിട്ട് ചോടകം പാണ്ടിലെ തട്ടാരെ വിളിപ്പിച്ച് 1008 വർണ്ണ വടർമാല കൈപ്പണി ചെയ്യിപ്പിച്ചെടുത്തു. അതുകൂടാതെ പലതരം ആഭരണങ്ങളും താലിയും മോതിരവും എല്ലാം മനോഹരമായി തട്ടാരുണ്ടാക്കി കൊടുത്തു. ഇനി നല്ല പട്ടുടയാട ഒരുക്കണം. ദൂതനോട് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കൊടുത്ത് ശാലിയപുരത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് പട്ടുനെയ്ത്തിൽ വൈദഗ്ധ്യമേറിയ ശാലിയന്മാരോടായി ദൂതൻ പറഞ്ഞു, മാമങ്കൂറ് നല്ല മന്ത്രകോടി മണിയാടപ്പട്ടുകൾ ഒരുക്കിത്തരണം. ദൈവകുലത്തിലെ ഭഗവതിക്കായാണ്. ശുദ്ധമായിട്ട് വേണം നെയ്യുവാൻ. ആവശ്യത്തിന് പണവും കൊടുത്തു. കുറെ ശാലിയന്മാർ ചേർന്ന് ശുദ്ധിയോടെ പരുത്തിനൂൽ നൂർത്ത് പട്ടുടയാടകളും നെയ്ത് മടക്കി പൊതിഞ്ഞുകെട്ടി മാരായരുടെ അടുക്കലെത്തി. അവരുടെ കയ്യിൽ നിന്നും മേടിച്ച് മാരുതിയുടെ കയ്യിൽ കൊടുത്തു. മാരുതി കെട്ടഴിച്ച് പട്ട് നിവർത്തി തൊട്ടും തലോടിയും നോക്കി. ആഹാ, എന്തു നല്ല ഭംഗി! നല്ല പട്ടും നെയ്ത്തും. മാരായർ ശാലീന്മാർക്കേവർക്കും പൊൻപണവും പട്ടും വളയും സമ്മാനമായി കൊടുത്തുവിട്ടു. വിവാഹക്ഷണവും ഏൽകി. മാരായരും ദൂതനും കൂടി ഏവരെയും ക്ഷണിക്കാനായി നീട്ടോലകൾ എഴുതാൻ തുടങ്ങി. 7 രാജാക്കന്മാർ, 12 തമ്പിമാർ, മുതുശ്ശേരി നല്ലയമ്മാവൻ, ചെങ്കൽക്കര നല്ലയാശാൻ, വടക്കുന്തല നല്ലയാശാൻ എല്ലാവർക്കും വേണ്ടുന്ന ഓലകൾ തയ്യാറാക്കി. ദൂതനോടൊപ്പം ഇവരെയൊക്കെ നേരിട്ട് ചെന്ന് കണ്ട് ക്ഷണവും നൽകി. വാര്യരോട് ക്ഷണവും വരുമ്പോൾ പട്ടുകുടകൾ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു. ഇവരെ കൂടാതെ വടക്കും കൊല്ലത്തിലെ 12,000 മഹാജനങ്ങളെ വിവാഹം ക്ഷണിച്ചു. മാരുതിയാകട്ടെ കൊട്ടാരത്തിലെ തോഴിമാരെയും സ്ത്രീജനങ്ങളെയും സേവകരെയും ഒക്കെ വിവാഹം ക്ഷണിച്ച് ഓലകൾ കൊടുത്തു. അങ്ങനെ വേഗത്തിൽ ദിവസങ്ങൾ പോയി. വിവാഹ ദിവസത്തോടടുത്തു. കല്യാണ ദിവസം അടുക്കാറായപ്പോൾ ക്ഷണിച്ച വ്യക്തികൾ ഓരോരുത്തരായി നേരത്തെ വടക്കും കൊല്ലത്തേക്ക് എത്താൻ തുടങ്ങി. 7 രാജാക്കന്മാർ പല്ലക്കിലും തമ്പിമാർ കുതിരയിലും ആനയിലും ഒക്കെ വന്നിറങ്ങി. അവർക്കൊക്കെ വിശ്രമിക്കാൻ കിഴക്കിനുള്ള നല്ല ഗോപുരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിരുന്നു. കിടക്കാൻ വിരിപ്പിടങ്ങളും മോരും നീരും ഭക്ഷണവും എല്ലാം തയ്യാർ. എല്ലാവരെയും മാരായർ സ്വീകരിച്ച് യഥാസ്ഥാനങ്ങളിലാക്കി. കൂടിച്ചേർന്നവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ചിരിച്ചും കളി പറഞ്ഞും അവിടെ സമയം കളഞ്ഞു. അപ്പോഴാണ് മാരായർ ഒരു കാര്യം ഓർത്തത്. വിവാഹ ഘോഷയാത്ര പോകുവാൻ പാലകർക്ക് നല്ലൊരു വാഹനമായി ഒരു ആനയോ കുതിരയോ ഇല്ല. ഒരു ആനയെ ശരിപ്പെടുത്തുവാൻ ആരോടും പറയാതെ മാരായർ രാമൻ തിരുവടി രാജാവിനെ കാണാനായി തിരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി. നോക്കിയപ്പോൾ അതാ പാലകർ ഓടിക്കൊണ്ട് പിന്നാലെ വരുന്നു. എല്ലാവരെയും വിളിച്ച് ക്ഷണിച്ചിരുത്തിയിട്ട് അച്ഛനിത് എങ്ങോട്ട് പോവുകയാണ്? ആദ്യം നീ എങ്ങോട്ടായി ഓടിപ്പോകുന്നതെന്ന് പറയൂ. അച്ഛൻ പോകുന്നിടത്തേക്ക് തന്നെ. അയ്യോ, നീ ഒന്നും വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഇത് കേട്ട് പാലകർ വിഷമത്തിലായി. എന്നാൽ കൂടെ കൂടിക്കോ എന്നായി മാരായർ. ഇരുവരും അങ്ങനെ രാമൻ തിരുവടി രാജാവിൻ്റെ മുൻപിലെത്തി. ആഹാ, ആരാ ഈ വരുന്നത്? കയറി വരൂ മാരായരെ. ആ കൂടെ വരുന്നതാരാ? മകനാണെന്നറിയിച്ചപ്പോൾ നിനക്ക് പുത്രനുണ്ടോ? ഞാനിതൊന്നും അറിഞ്ഞില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം മാരായർ തൻ്റെ ആവശ്യം ഉന്നയിച്ചു. കല്യാണത്തിന് പോകുവാൻ തൻ്റെ പുത്രനൊരു ആനയെ വേണമായിരുന്നു. അതന്വേഷിച്ച് വന്നതാണ്. ഉടനെ രാജാവ് മറുപടി പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ആനയൊന്നുമില്ല മാരായരെ. എല്ലാ ആനകളെയും കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്.
ആകെ ഉള്ളതാണെങ്കിൽ കൊല്ലൻ എന്ന ഒരു കൊലയാനയാണ്. അതിപ്പോൾ മതം പൊട്ടി നിൽക്കുന്നത് കൊണ്ട് തളച്ചിരിക്കുന്നു. അവനെ മതിയെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. അതു കേട്ടതും പാലകർ ജിജ്ഞാസയോട് ചോദിച്ചു, എവിടെയാണ് അവനെ തളച്ചിരിക്കുന്നത്? കരിമ്പനയുടെ മൂട്ടിലെന്ന് കേട്ടതും പാലകർ ഓടി ആനയെ അന്വേഷിച്ചിറങ്ങി. പോകുന്ന വഴി ആനയെ കണ്ടു. പാലകർ അടുത്തെത്തിയപ്പോഴേ ആന നിലത്ത് കുനിഞ്ഞിരുന്നു. പാലകർ കാലിൽ ചവിട്ടി മുകളിൽ കയറി ചങ്ങലയൊക്കെ അഴിച്ചുമാറ്റി. കടവിൽ കൊണ്ടുവന്ന് തേച്ച് കുളിപ്പിച്ചതിനു ശേഷം ഒരുക്കി രാജാവിൻ്റെ മുൻപിലെത്തി. രാജാവ് ദൂതനോട് പറഞ്ഞതുപ്രകാരം നെറ്റിപ്പട്ടവും മണികളും തോട്ടിയും പാലകരെ ഏൽപ്പിച്ചു. പാലകർ നന്നായി ആനയെ എല്ലാം അണിയിപ്പിച്ചൊരുക്കി. പോകുവാൻ നേരം രാജാവ് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ കൊണ്ടു തന്നാൽ മതിയാകും. പാലകരുടെ മുഖം വിഷമിക്കുന്നത് കണ്ടപ്പോൾ, എന്നാൽ വേണ്ട, നീ തന്നെ വച്ചോളൂ എന്ന് രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാലകർ ആനപ്പുറത്ത് കയറി. തൊട്ടു പിന്നാലെ മാരായരും. ഇരുവരും ചേർന്ന് തിരിച്ച് മനയ്ക്കകത്തെത്തി. ഇനി എല്ലാവരും ചേർന്ന് തെക്കും കൊല്ലത്തേക്ക് തിരിക്കണം. അതിനുള്ള ഒരുക്കങ്ങളിലായി ഏവരും. മാപ്പിളക്കൂട്ട് ബാലന്മാരെത്തി പാലകരെ കൂട്ടിക്കൊണ്ട് നീരാടും കടവിൽ കൊണ്ടുപോയി. കുളിച്ച് ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് ഒരുങ്ങി പാലകരെത്തി. മാരുതിയമ്മ വന്ന് മാറോടണച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചതിനു ശേഷം അയനിയൂണ് കഴിക്കുവാൻ കൊണ്ടുപോയി. വിഭവസമൃദ്ധമായ സദ്യ വായ്ക്കുരവയോടെ വിളമ്പി. എല്ലാവരും ചേർന്ന് പച്ചോലപ്പന്തലിലിരുന്ന് സദ്യ കഴിച്ചു. ദേശവൻ എന്ന കണിയാരെത്തിക്കൊണ്ട് സ്ഥിരിക്കാൻ സമയമായതായി അറിയിച്ചു. പാലകർ അമ്മയ്ക്കും അച്ഛനും മറ്റു ഗുരുക്കന്മാർക്കും വെറ്റിലയിൽ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിച്ചു. പരദേവതയെ പോയി തൊഴുതു വന്നു. ശ്രീ മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് പാലകർ തൻ്റെ തോഴന്മാരോടൊപ്പം ആനപ്പുറമേറി. വാര്യർ കൊണ്ടുവന്ന പട്ടുകുട നിവർത്തി. രാജാക്കന്മാർ പല്ലക്കിലും തമ്പിമാർ ആനയിലും കുതിരയിലുമായി യാത്ര തിരിച്ചു. 12,000 മഹജ്ജനങ്ങൾ കാൽനടയായും വായ്ക്കുരവയോടെ തെക്കും കൊല്ലത്തേക്ക് യാത്രയായി. അങ്ങനെ ഒരു ഘോഷയാത്ര എന്നോണം പാട്ടുമാട്ടവുമായി ആ യാത്ര തുടർന്നു.